എന്നിട്ട് ഇയാള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു 35,000 രൂപ കൊടുത്താൽ ബിഗ് ബോസിൽ പോയാൽ അത് പോസിറ്റീവ് ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അവളെ കരിയർ നശിക്കും. അങ്ങനെ ഒരുപാട് ഇവളെ പറഞ്ഞ ഈ ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഇവളെ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്. നീ കമന്റ് ഇട്ടപ്പോഴത്തേന് നിന്റെ അനിയനാന്ന് വിചാരിച്ചോ ഞാൻ നീ വേശ്യയുടെ മകനെ നിന്നെ വിളിക്കാനായിട്ട്? നീ വിചാരിച്ചോ നിന്റെ നമ്പർ കിട്ടത്തില്ല, നിന്നെ അറിയാൻ പറ്റത്തില്ല എന്ന്? നിനക്ക് ആരാന്ന് മനസ്സിലായി ഇപ്പം? നീ കോളി അവ അവിടെ നിന്ന് കബഡി തരത്തുനിന്നിരുന്നുണ്ട്. എന്തായാലും പറഞ്ഞു നിനക്ക് കബഡി എന്ന് എഴുതാൻ അറിയാവോ? നിനക്ക് കബഡി പറയാൻ അറിയോ? അറിയായിരിക്കും, മറ്റേ കബഡി 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 എന്ന് പറയാൻ അറിയാം. നിനക്ക് വല്ല അറിയാവടാ വാണവേ പാട്ടി കഴിവറാ മോനെ. എന്റെ പേര് നിനക്കറിയാവോ? നീ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവന് പറഞ്ഞിട്ടാണ് നീ എത്ര കൊച്ചു പിള്ളേരെ നീ കമന്റ് ബോക്സിൽ കിടന്ന് ചീത്ത വിളിച്ചോണ്ടാ, അവരെ നീ പ്രാപിയിട്ടുണ്ടാ, എല്ലാ സാധനവും എന്റെ കയ്യിലുണ്ടാ. നീ നാളെ എക്സ്പോസ് ആവാൻ പോവുക, കേട്ടല്ലോ നീ. എല്ലാവർക്കും നമസ്കാരം. വാഴ്ക്കൈ പോകുതേ മൂഞ്ചിയേ മൂഞ്ചി 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 മൂഞ്ചുതേ. സ്വാമിജി മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന ചാനലില് ഒരു സ്വാമിയുടെ വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വോയിസ് അല്ല, അങ്ങേരെ പോസ്റ്റ് എന്നൊക്കെ ബേപ്പൂർ സുൽത്താൻ വായിച്ചിട്ട് വലിയ ഘോര പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സ്വാമി മൂഞ്ചിയിരിക്കുകയാണ്. ഈ സ്വാമി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 35,000 രൂപ മുടക്കി പൂജ ചെയ്തില്ലെങ്കിൽ അനുമോള് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതം തൊലഞ്ഞ് കരിയർ തൊലഞ്ഞ് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി എന്നൊക്കെ ആയിരുന്നു ഈ സ്വാമിജി പറഞ്ഞത്. എന്നാൽ സ്വാമിജിയുടെ പൂജയാണ് ഏറ്റവും വലിയ പൂജ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. സ്വാമിജി ഇപ്പം മൂഞ്ചിരിക്കുകയാണ്. കൊട്ടി മറ്റുള്ളവരുടെ അടുത്ത് കൊട്ടുന്ന പോലെ യൂട്യൂബേഴ്സിന്റെ അടുത്ത് കൊട്ടാൻ നിൽക്കില്ല. എന്റെ പൊന്ന് മരമൊണ്ണ സ്വാമി, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം യൂട്യൂബേഴ്സിന്റെ അടുത്ത് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതങ്ങ് കണ്ടന്റ് ആക്കും, അടിച്ച് അണ്ണാക്കി തിരിച്ചങ്ങ് തരും. അതോടെ അണ്ണാക്കി പിരിവെട്ടിയിട്ട് മൂഞ്ചി തിരിഞ്ഞ് വീണ്ടും മൂഞ്ചി കുത്തിയിരിക്കേണ്ടി വരും സ്വാമിജിയെ പോലുള്ള വ്യാജന്മാർക്ക്. അത് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേറി ഉടായ്പ സ്വാമി ഇല്ലേ, അന്ന് അനുമോളെ വിളിച്ച് പറ്റിച്ച, നീ എന്റെ അടുത്ത് പൂജ ചെയ്തില്ലെങ്കിൽ നിന്റെ കരിയർ മൊത്തം തൊലഞ്ഞ് തരിപ്പണമായി പോകുന്നത്. ഇവന്റെ അടുത്ത് പൂജ ചെയ്യാത്തോണ്ടാ കൊച്ചിപ്പ രക്ഷപ്പെട്ടു ഉള്ള കാര്യം പറയല്ല. ഇന്ന് അവളെ അടിപൊളിയായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് കപ്പും അടിച്ച് മര്യാദയ്ക്ക് അവളെ കാര്യം നോക്കി അടിപൊളിയായിട്ട് പ്രോഗ്രാം ഒക്കെ കിട്ടി സെറ്റായിട്ട് നടക്കുന്നുണ്ട്. ഇവന്റെ അടുത്ത് എങ്ങാണ്ട് പൂജ ചെയ്തിരുന്നത് തീർന്നാൻ അവളെ കാര്യം പറയാല്ല, അത് അടപടകം തേഞ്ഞൊട്ടിയാണ്. എന്നാലും അവളുടെ കരിയർ അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് അവളെ ഇതിൻ്റെ അകത്ത് വലിച്ചിടാത്തത്. അല്ലെങ്കിൽ ഇവന്റെ കേസ് ഞാൻ അവളെ വിളിച്ചൊന്ന് ചോദിച്ചിട്ട് ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ എടുത്തങ്ങ് ഇടുമായിരുന്നു. പിന്നെ വേണ്ട, അവളുടെ കരിയറൊക്കെ നോക്കിയിട്ട് നൈസായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ഇതുപോലെ ഉള്ള ഊളകളുടെ ഇടയിൽ അവളെ വലിച്ചിടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ചൊറഞ്ഞ് നമ്മുടെ ബിച്ചു സ്ട്രോക്കില്ലേ, ഇവന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് അവന്റെ അമ്മയും അതൊക്കെ പച്ച അപരാധം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എടാ നീ അവന്റെ കൊച്ചിനടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ സിംഗിളാ മീൻസ് അവന് കൊച്ചില്ല. അവന് കൊച്ചില്ലാത്തത് കൊണ്ട് തന്നെ നീ അവന്റെ കൊച്ചിനെ കുറ്റം പറഞ്ഞു. നീ അതുപോലെ വേറെ പിള്ളേരെ അടക്കം കമന്റ് ബോക്സുകളിൽ പച്ചത്തെറി പറയുന്നുണ്ട്. നിനക്കെതിരെ കേസ് വരും, ഉടനെ തന്നെ നീ വെയിറ്റ് ചെയ്തിരുന്നോ, നിനക്കെതിരെ കേസ് വരും. ഇമാതിരി അപരാധം കുട്ടികളടക്കം പറയുന്ന നിനക്കെതിരെ പോക്സോ അടക്കം എടുത്തങ്ങ് അണ്ണാക്കി തരും. അതോടെ വാങ്ങിച്ചു വെച്ചോണ്ടിരുന്നിട്ട് പിരിവെട്ടിയിട്ട് ഇരുന്നോ. നീ നാട് വിട്ടു പോകുന്നതായിരിക്കും നിനക്ക് കുറച്ച് ബെറ്റർ. ഞാനൊരു റിബണിയായിട്ട് നിനക്ക് നേരത്തെ ഇട്ട് തന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, എങ്ങാണ്ട് നാട് വിട്ട് രക്ഷപ്പെടാം. അല്ലെ പോലീസ് വന്ന് ജീപ്പി കയറി വന്ന് വീട്ടിൽ നിന്ന് വലിച്ചീത്തെടുത്തോണ്ട് ഡിക്കി ഇട്ടുകൊണ്ട് പോകുമ്പോൾ നാറി നത്തം കൊട്ടും. നിന്റെ വ്യാജ സ്വാമിത്തനവും എല്ലാം നീ അതോടെ മൂഞ്ചു വിട്ട് കമ്പത്തിരിയായിട്ട് നീ ഒട്ടിയിരിക്കും. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ എന്റെ പൊന്നളിയ. തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി മൂഞ്ചിക്കുന്നവരെ മൂഞ്ചിച്ചാണ് നമുക്ക് ശീലം. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ കാര്യം. എന്നാലും ബിച്ചുവിന്റെ അടുത്ത് ഇവൻ ചൊറിയാൻ പോയി, ബിച്ചു അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്താണ് വിഷയം എന്ന് ബിച്ചു പറയുന്ന ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ഈ അനുമോള് കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ, അനുമോളുടെ ജാതകങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു, ബിഗ് ബോസിൽ ഇപ്പൊ പോകരുത് എന്നൊക്കെ പറഞ്ഞൊരു സ്വാമി ഉണ്ടല്ലോ. ആ സ്വാമി എങ്ങ് കോൺടാക്ട് ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം ഞാൻ അങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല. എന്റെ വീഡിയോയ്ക്ക് താഴെ നിരന്തരം വന്നിട്ട് 2 കമന്റ് ഇട്ട്, ആ കമന്റ് ഞാൻ വ്യക്തമായിട്ട് കാണിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ മാനാഭിമാനമുള്ള ആരായാലും ഇവന്റെ നമ്പർ തപ്പി പിടിച്ച് അവിടെ ചെന്ന് അവന്റെ കന്നമ്പളൊക്കെ അടി കൊടുക്കും. എന്തായാലും കന്നമ്പളൊക്കെ അടി കൊടുക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നമ്പർ തപ്പിയെടുത്ത് ഇവനെ അങ്ങ് വിളിച്ച് അനുമോളുടെ കാര്യവും ചോദിച്ചു, ഇവനുമായിട്ട് അങ്ങ് സംസാരിച്ച്. എന്തുവാ കാര്യം എന്ന് അറിയണമല്ലോ. വ്യക്തമായി ഇത് ആരാണ് എന്ന് ഞാൻ അനുമോളെ വിളിച്ച് അനുമോളുടെ അടുത്ത് ചോദിച്ച് വ്യക്തമായിട്ട് ഉറപ്പുവരുത്തി. ഈ വ്യക്തി തന്നെയാണോ ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ വ്യക്തമായിട്ട് വീഡിയോ കാണിച്ചു തരാം. ഇനി അറിയാത്തവരാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ശബ്ദത്തിന്റെ പീസ് വെക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാവും. ബിഗ് ബോസിന് മുന്നേ അനുമോൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ആളാരാണെന്ന് അറിയാതെ അവരുടെ ജാതകം വായിച്ചു കൊടുത്തു. വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു. 33 വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാൻ അനുമോളാണ്, ആർട്ടിസ്റ്റാണ്. 33 വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുളിഞ്ഞു. അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ജോത്സ്യർ പറഞ്ഞത്, 32.5 വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും. അതിൽ അസഹിഷ്ണുത കൊണ്ട് അവൾ, നിങ്ങൾ തട്ടിപ്പുകാരനാണോ? കേട്ടല്ലോ. അതായത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബേപ്പൂർ സുൽത്താന്റെ ചാനൽ ബേപ്പൂർ സുൽത്താൻ ഈ ഊള കള്ള പരമനാറ് സ്വാമിയുടെ ഇതെടുത്ത് വെച്ച് വായിച്ചതാണ്. ഈ സ്വാമികൾക്കും കൂടി അപമാനം ഉണ്ടാക്കാനായിട്ട് കുറെ തലതെറിച്ചവന്മാർ ഇറങ്ങിക്കോളും. അവന്റെ ഉടായ്പകളും പൈസ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടും. അവന്റെ മോന്ത കണ്ടാ അറിയാം അവൻ ലോക കള്ളനാണ്. ആ രീതിയിലാണ് അവന്റെ ഇരിപ്പ്. ബിച്ചു ഇവനെ വിളിച്ച് പൂരത്തെര വിളിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കേൾക്കാം. ഞാൻ അത് കേൾപ്പിച്ചു തരാം.
ഓക്കെ, അതിനു മുന്നേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കപട്യന്മാരുടെ പോസ്റ്റ് എടുത്ത് വെച്ച് വായിക്കല്ല എന്റെ പൊന്ന് ബേപ്പൂർ സുൽത്താനെ. അനുമോള് 33 വയസ്സിലോ 34, 35, 48 കെട്ടിട്ട് അതിന് നിനക്കെന്താടാ സ്വാമി, കള്ളസ്വാമി ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഉണ്ടാക്കാൻ പോയിരിക്കണ്. ഇനി അനുമോൾ എങ്ങാണ്ട് നിന്റെ അടുത്ത് പൂജ ചെയ്തിരുന്നെങ്കിൽ നീ എന്തൊക്കെ തട്ടിപ്പ് നടത്തിയേനെ. ഇതെല്ലാം പറയുന്നു, അയ്യോ എന്റെ പൂജ കാരണമാണ് അനുമോള് ജയിച്ചത്, അനുമോളെയും കൊണ്ട് നീ പറയിപ്പിച്ചേനെ, അവളോ അത് വിശ്വസിച്ചേനെ. നിന്റെ അടുത്ത് പൂജ ചെയ്യാൻ വരാത്തോണ്ട് അവൾ രക്ഷപ്പെട്ടു. എങ്ങാണ്ട് നിന്റെ അടുത്ത് പൂജ ചെയ്തതിന് ശേഷം അവള് ജയിച്ചിരുന്നെങ്കിൽ അവളത് വിശ്വസിച്ചേനെ, നിന്റെ അടുത്ത് പൂജ ചെയ്തുകൊണ്ടാണ് ജയിച്ചതെന്ന്. ആ ഒരു സാധനം വന്നത് നീ വൺ മാർക്കറ്റിംഗ് നടത്തി അവളെ വച്ച് നീ ജീവിച്ചേനെ. ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയേനെ. എന്റെ പൊന്നടാവേ, ഇങ്ങനെ ഓരോ അപരാധി മക്കള് ഇവനൊക്കെ എവിടെ നിന്നാ കുറ്റിയും മറിച്ചുകൊണ്ട് വരുന്നത്. എത്രയോ ഇടി മിന്നൽ വെറുതെ പോകുന്നു. അതിലേതെങ്കിലും 1-2 ഒന്ന് ഇവന്റെയൊക്കെ നെഞ്ചത്തൂടി വീഴുന്നു, ഇവനൊക്കെ ആവിയായിട്ട് പോയാൽ മതിയായിരുന്നു. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന അപരാധി മക്കള്. ഇവന് എനിക്ക് ഏറ്റവും ചൊറിഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങ് ഇവന്റെ കൊച്ചിനെയൊക്കെ പറഞ്ഞു. ഇവന് കൊച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ ഇവൻ കൊച്ചിനടക്കം പ്രാവുന്നുണ്ട്. പച്ച അപരാധി മോനാണ്. ഇവനെ മടൽ വെച്ച് തലയടിക്കേണ്ട കേസാണ് ഇവൻ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇവനെതിരെ കേസ് എടുക്കണം. ഇവൻ വേറെയും കുട്ടികളുടെ കമന്റുകളിൽ പോയിട്ട് കുട്ടികളെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു അപരാധി മോനെ ദയവ് ചെയ്തിട്ട് നമ്മുടെ നിയമം കേസെടുക്കണം. പോലീസിൽ എന്തായാലും പരാതിപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവനെ നേരെ ജീപ്പിൽ പോയി തൂക്കാനാണ് പ്ലാൻ. തൂക്കി ഇവനെ വലിച്ചു തീർത്തെടുത്തോണ്ട് പോകണം. അത് തന്നെയാണ് ചെയ്യാനുള്ളത്. ഇവനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ പച്ച അപരാധം പറയുന്ന ഒരു അപരാധി മോനെ. അല്ലാണ്ട് ഇവൻ എന്നാ പറയാനാ, കുട്ടികളടക്കം വെച്ചിട്ട് പച്ച അപരാധം പറയുന്ന ഒരു തല തെറിച്ച് സോറി അതുൽ, കൺട്രോൾ മൈസെൽഫ്. ഓക്കെ, ബിച്ചു പറവാക്കി. ആളുടെ ഫോട്ടോ ഇതാണ്. ആള് ഉടുപ്പിയിലാണ് സ്ഥലം എന്നാണ് പുള്ളിക്കാരെ അവകാശപ്പെടുന്നത്. ആളുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് വ്യക്തമായ ഒരു ബയോ പുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രം പാസ്മിസ്റ്റി ആൻഡ് ഫ്രീ അസ്ട്രോളജി ഇൻബോക്സ് മീ ഫ്രം ഉടുപ്പി മഠം, ഡു നോട്ട് പ്രൊവോക്ക് മീ. പുള്ളി കൃത്യമായിട്ട് എഴുതിയേക്കുന്നത് എന്നെ പ്രൊവോക്ക് ചെയ്യുന്നു. എന്നാ പിന്നെ നമ്മൾ അങ്ങനെ വിടുവോ? പ്രൊവോക്ക് ചെയ്തിട്ടല്ലേ പോവോ? പ്രൊവോക്ക് ചെയ്യണം. ഞാൻ ആദ്യം ആ കോളൊന്ന് വിളിച്ച അദ്ദേഹത്തെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് എന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. സ്വാമിയാണോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കി. സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വാമി വലിയ വലിയ വിക്രാനന്ദ തിരുവടികളാണെന്നുള്ളൊരു കാര്യം. നീ എനിക്കിട്ട കമന്റ് എന്തോന്ന് കാണണ്ടേ? ആ കമന്റ് ചിലപ്പോൾ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ അവനെ വണ്ടി കയറിപ്പോ ചിലപ്പോൾ അടിക്കുമായിരിക്കും. ആ അവസ്ഥയിലുള്ള പരിപാടികളാണ് ഇവൻ എനിക്ക് മുന്നിലേക്ക് കാണിച്ചത്. എന്നാൽ ഇവ എത്തിയ ഞാൻ രീതി എന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ അനുമോളുമായിട്ട് ചാറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടത് കൈയുടെ ഫോട്ടോ അയച്ചു കൊടുക്കൂ, ഞാൻ വ്യക്തമായിട്ട് നിന്റെ ജാതകം പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കിന് ദൈവവിശ്വാസിയായിട്ടുള്ള അനുമോൾ ഇതിലങ്ങ് വീണു അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് പറയുന്നത്, ബിഗ് ബോസിലേക്ക് ഇപ്പൊ പോകരുത്, നിനക്ക് 35,000 രൂപയുടെ ഒരു പൂജ ഉണ്ട്, അത് ഞാൻ ചെയ്തതിന് ശേഷം മാത്രമേ പോകാവൂ. 35,000 രൂപയുടെ പൂജ. അനുമോളുമായിട്ട് കൺഫേം ചെയ്തത് പോരാഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ബ്രദറുമായിട്ട് ഞാൻ സംസാരിച്ചു. ആ ഒരു വോയിസ് ക്ലിപ്പ് അതിനകത്ത് വെക്കാം. എന്താണ് ഇവന്റെ ഉദ്ദേശം, ഇവർ ഏത് രീതിയിലാണ് സംസാരിച്ചതെന്ന് ആദ്യം അറിയണമല്ലോ. അതുകൊണ്ട് ആദ്യം ഈ ബ്രദറുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ സ്വാമി എന്ന് പറയുന്ന ഈ സ്വാമിയുടെ അടുത്തേക്ക് ഞാൻ എത്തിയത്. ഓക്കെ, പിശിക്കിയായ അനുമോളെടുത്താണ് അവൻ 35,000 രൂപയുടെ പൂജയെ കൊണ്ടുപോയിരിക്കണം. അവള് കൊടുത്ത് എന്നാ പോടാ നിന്റെ അമ്മച്ചിയുടെ നാവുങ്കല്ലോ. എന്തായാലും സ്വാമി നീ ഒന്നൊന്നര സ്വാമിയാണ്. ജെന്യൂനായിട്ടുള്ള സ്വാമികൾക്കും കൂടി അപമാനം ഉണ്ടാക്കാനായിട്ട് കുറെ അപരാധി മക്കള് ഉടലെടുത്ത് വന്നോളൂ. നീ ഇപ്പൊ പൂജ ചെയ്ത് അങ്ങ് ഉണ്ടാക്കി കളയെന്നൊക്കെ പറയുന്നുണ്ടല്ലോടാ. നാണമില്ലടാ നിനക്ക് ഇങ്ങനെ ഓൺലൈനിൽ പൂജ ചെയ്ത് ഇങ്ങനെ. പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം കേട്ടോ. എനിക്ക് ഈ പൂജ കാര്യങ്ങള് ഈ കൂടോത്ര ഇതിലത്തെ വിഷയങ്ങളിൽ എനിക്ക് ചെറിയ വിശ്വാസങ്ങളും കാര്യങ്ങളുണ്ട്. പേഴ്സണൽ അനുഭവങ്ങളാണ്, പേഴ്സണൽ ലൈഫാണ്. ഓക്കെ, ഞാനത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഈ നായിന്റെ മോൻ ഇവൻ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ബിച്ചുവിനെ. ഇവൻ പൂജ ചെയ്ത് തകർക്കുമെന്ന് ഇവൻ വെല്ലുവിളിക്കുകയാണ്. ഇവനെ പോലുള്ള പരനാറികൾക്കെതിരെ കേസെടുക്കണം. കാരണം ഒരാളുടെ ജീവിതം തകർക്കുമെന്ന് പറഞ്ഞും കൊണ്ട്, അവന്റെ കുട്ടിയെ അടക്കം തകർക്കുമെന്ന് പറഞ്ഞും കൊണ്ട് ഒരു അപരാധി മോൻ വന്നിട്ട് ഇമാതിരി രീതിയിൽ വെല്ലുവിളി നടത്തുമ്പോൾ ഇവനെതിരെ കേസെടുക്കണം. ബിച്ചു കേസ് കൊടുക്കണം. ബിച്ചു കേസ് കൊടുത്ത് ഇവന് എതിരെ പരാതി കൊടുത്തതിന് ശേഷം ഇവനെ തൂക്കണം. ഇവന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും അടക്കം കൊടുത്ത് ഇവനെ തൂക്കി ഇവനെ പിടിച്ചിട്ട് ചാമ്പണം. ഇവന്റെ അമ്മയുടെ കാലത്ത് ഇവൻ ഇനി ഒരു മക്കൾക്ക് ഇവൻ പൂജ ചെയ്യരുത്. ഇവൻ അങ്ങനത്തെ അപരാധി മോനാണ്. അവന്റെ ചൊവ്വാഴ്ചത്തെ പൂജയുടെ ഇടയിൽ അവൻ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അപരാധി മോനെ, ഈ ദുർമന്ത്രവാദോ അതും ഇതൊക്കെ ചെയ്ത് നടക്കുന്ന കുറെ അപരാധി മക്കളുണ്ട്. ആ ഗണത്തിൽപ്പെട്ടവനാണ് ഇവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഈ അപരാധി മോനെ ദയവ് ചെയ്തിട്ട് പോലീസ് പിടിച്ചകത്തിടണം. ഇവൻ കാരണം എത്ര കുടുംബങ്ങൾ നശിക്കും, എത്ര പെണ്ണുങ്ങളെ ഇവനൊക്കെ വഴിതെറ്റിക്കും, എന്തൊക്കെ പല രീതിയിലുള്ള മറ്റേ പൂജകളൊക്കെ ഇവനൊക്കെ നടത്തുമായിരിക്കും. അതുകൊണ്ട് ഇവനെയൊക്കെ പോലുള്ള അപരാധി മക്കളെ ദയവ് ചെയ്തിട്ട് പിടിച്ചകത്തിടുകയാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും പുറത്തുവിടല്ലേ. ഇനി ഈ ബിച്ചു ബാക്കി കമന്റ് വായിക്കുന്നുണ്ട്. ഇവന്റെ ആ കമന്റ് ഒന്ന് കണ്ടുനോക്കാം. എടോ, ചിത്രപ്രിയ ഒരു ഏവിയേഷൻ വിദ്യാർത്ഥിയാണ്. കാമുകൻ വെറും വെൽഡിംഗ് തൊഴിലാളി, അതായത് വെൽഡിംഗ് തൊഴിലാളി, വെറും വെൽഡിംഗ് തൊഴിലാളി എന്നൊക്കെ പറയുന്ന വ്യക്തി. ഓക്കെ, നിന്നെ പോലെ കൂലിപ്പണിക്കാരന്റെ മോൻ, നിന്നെ പോലെ ലൈംഗിക തൊഴിലാളിയുടെ മകൻ, നിന്റെ തലയിൽ തേച്ചത് എന്താണ്? നീയും നിന്റെ കുടുംബവും ഒരു ട്രിപ്പിന് പോവുക. പോലീസ് ആദ്യം പൊക്കി അടിക്കേണ്ടത് നിന്റെ കൂലിപ്പണിയുടെ ലുക്കാണ്, ലൈംഗിക തൊഴിലാളിയുടെ മകനെ. ഇങ്ങനെയാണ് അവൻ എനിക്ക് മെസ്സേജ് ഇട്ടത്, അല്ലെങ്കിൽ സോറി എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇട്ടത്. നീ ഒന്ന് ആലോചിക്കണം. നീ ലൈംഗിക തൊഴിലാളിയുടെ മകനെ എന്നെ വിളിക്കുമ്പോഴത്തേക്കിന് നീ എന്റെ ചേട്ടനല്ല, ഞാൻ നിന്റെ അമ്മയ്ക്കുണ്ടായതല്ല. അത് നീ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള ഈ മാതിരി സംസാരിക്കാൻ.
സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ആ റിപ്ലൈ, അവൻ്റെ ആ അവരാധ കമന്റിന് വിച്ചു കൊടുത്ത റിപ്ലൈ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നൈസായിട്ട് അവൻ്റെ തള്ളാക്കി വിളിച്ചു. ആ നൈസ് വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ഇതുപോലെ നൈസായിട്ട് വിളിക്കത്തില്ല, ഡയറക്റ്റ് അങ്ങ് കയറി വിളിക്കും. പക്ഷെ അവൻ നൈസായിട്ട് അവൻ്റെ തള്ളകി എന്നെ വിളിച്ചു. കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് യു. നിന്റെ വ്ളോഗിങ് ഞാൻ നിർത്തിത്തരാം. അതാ ഇവനാണല്ലോ യൂട്യൂബിന്റെ അച്ഛൻ, ഇവൻ നിർത്തിത്തരാം എന്ന് പറയുന്നു. നിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പണി തരും. ശരി, ഓക്കെ. എന്റെ ടേൺ ആയ ചൊവ്വാഴ്ച പൂജ ദിവസം ഞാൻ പണി തരും. നിനക്ക് നിന്റെ യഥാർത്ഥ പേരൊന്നും വേണ്ട. പക്ഷെ അവന് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റൂടാ. ഓൺലൈൻ രീതി കൊടുക്കുന്നവരാ. നീ അത്ര നല്ല ഗംഭീരമായിട്ട് കൊടുക്കുന്നെങ്കിൽ കൊല്ലം ചിന്നക്കട പാലത്തിനിടയിൽ നിനക്ക് നിൽക്കാൻ നല്ലൊരു അവസരം ഞാൻ ഒപ്പിച്ചു തരാം. പ്രത്യേകിച്ച് ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല. വേഷം കെട്ടിട്ട് ഞാൻ കൊണ്ട് നിന്നെ വിട്ടുതരാം. നിനക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഞാനായിട്ട് തന്നെ നിനക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. ഈ പരിപാടി മാറ്റില്ല. എന്തിനാ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് തളക്കുള്ളിൽ കേൾക്കുന്നത്? നിനക്ക് സുഖമായിട്ട് സമ്പാദിക്കാനായിട്ട്, അത് നിവർന്നൊന്നല്ല, കുഞ്ഞൊന്നും സമ്പാദിക്കാനുള്ള വകുപ്പ് ഞാൻ നിനക്ക് ഒപ്പിച്ചു തരാം. ഈ വീഡിയോ നീ കാണുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഈ പറയുന്നത് ഞാനാ. നീ ചൊവ്വാഴ്ച പൂജ കെട്ടുണ്ടാക്കുന്നു ഞാൻ തന്നെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അനുമോളെ ഞാൻ ഒരു ഉപദേശം നൽകി. അതെന്തോ പോകട്ടെ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തോന്നുള്ളത്. അതിനാൽ നീ എന്നെ ട്രോളി, നീ എന്റെ അമ്മയ്ക്ക് വിളിക്കും. ഞാൻ എപ്പോഴാണ് വിളിച്ചെന്നറിയോ? നേരത്തെ ഒരു കമന്റ് നിങ്ങളുണ്ടല്ലോ, ആ കമന്റിന് താഴെ പോയി എന്റെ അമ്മയ്ക്ക് ഞാൻ വിളിച്ചു. അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ലേശം ജനങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ് ഞാൻ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിക്കാത്തത് കേട്ടോ. നിന്റെ വീക്ക്നെസ് ആയ അമ്മയും വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കും. അയ്യോ, വീക്ക്നെസ്സും വീട്ടിലെ കുഞ്ഞുങ്ങള്. യാരടാ കുഞ്ഞുങ്ങള്? യാരടാ തിരുട്ടുമുണ്ടായി ഇടുക്കപ്പായല്ലേ? ആരടാ? ഇവന്റെ പരിപാടി എന്നറിയോ? ഇവൻ അനുമോൾക്കെതിരെ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ എല്ലാം കമന്റ് ബോക്സിൽ ഓരോ വ്യക്തികളെ ടാഗ് ചെയ്ത് കൊച്ചു പിള്ളേരെയൊക്കെ പോയിട്ട് പ്രാവുക. ഓക്കെ, ബിച്ചുവിനെ ഇവൻ ഈ സംഭവം പറഞ്ഞ് പബ്ലിക്കായിട്ട് ബിച്ചുവിന്റെ അമ്മയും ബിച്ചുവിന്റെ കുട്ടിയും, ബിച്ചുവിന് കുട്ടിയില്ല, ഓക്കെ, കുട്ടിയൊക്കെ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ ഇവൻ പബ്ലിക്കായിട്ടാണ് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത്. നിയമപരമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിനെ മൊത്തം തകർത്ത് കളയുമെന്ന് പബ്ലിക്കായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഈ പരനാറി. ഇവനെതിരെ നടപടി എടുക്കണം. പോലീസ് ഇവനെ പിടിച്ചുകൊണ്ട് അകത്തിടണം. ബിച്ചുവിനും ബിച്ചുവിന്റെ ഫാമിലിക്കും പ്രൊട്ടക്ഷൻ നൽകണം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ? ഇതുപോലത്തെ ഒരു പരനാറി വന്നിട്ട് ഒരു കുടുംബം തകർക്കുമെന്ന് പറയുമ്പോൾ അത് കണ്ട് കൈകെട്ടി നിൽക്കാൻ പറ്റത്തില്ല. എങ്ങനെ നിൽക്കാൻ പറ്റും? ഇവനെ പോലെയുള്ള ഒരു പരനാറി, അതും ഈ വ്യാജ പൂജകളും ദുർമന്ത്രവാദങ്ങളും ചെയ്ത് നടക്കുന്ന ഇതുപോലത്തെ ഒരു കഴിവറി മോൻ വന്നിട്ട് ഒരു നിമിഷത്തിൽ ഒരു കുടുംബത്തിനെ മൊത്തം തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ എന്ത് നടപടിയാണ് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നത്? ഉറപ്പായിട്ട് ബിച്ചുവിനെതിരെ കേസ് കൊടുക്കണം. ഇവൻ പെടും. കാരണം പബ്ലിക്കായിട്ട് ബിച്ചുവിനെ വന്നിട്ട് ഇവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെല്ലുവിളിച്ചതല്ല, ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വെല്ലുവിളിയല്ല ഇത്, ഭീഷണിപ്പെടുത്തലാണ് ഇവൻ ചെയ്തിട്ടുള്ളത്. അത്രയും പച്ച അപരാധമാണ് ഇവൻ കാണിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിനെ മൊത്തം തകർക്കുമെന്ന ഭീഷണിയാണ് അവൻ ഉന്നയിച്ചിരിക്കുന്നത്. അവൻ ഏത് രീതിയിലാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പൂജയിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തൂടെ ആവാം, ഗുണ്ടകളെ വിട്ടിട്ടാകാം. എങ്ങനെയും ബിച്ചുവിനെ മൊത്തത്തിൽ തകർത്ത് കളയും എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. വധഭീഷണിയാണ്, ഒരു തരത്തിലുള്ള വധഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തക്കതായ പ്രൊട്ടക്ഷൻ ബിച്ചുവിനും ബിച്ചുവിന്റെ കുടുംബത്തിനും കൊടുക്കുകയും വേണം. അതുപോലെ ഈ പരനാറിയെ പിടിച്ച് അകത്തിടുകയും വേണം. ബിച്ചു എന്തായാലും കേസ് കൊടുക്കണം. ഇവനെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പെടും. ഇവൻ നല്ലപോലെ പെടും. പബ്ലിക്കായിട്ട് വന്നിട്ടാണ് അവൻ ഈ ഒരു കമന്റ് ഇട്ടും കൊണ്ട് ഒരു കുടുംബത്തെ മൊത്തം നശിപ്പിക്കും, കുട്ടികളെ അടക്കം നശിപ്പിക്കുമെന്ന് ഇവൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കമന്റ് എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ അനുമോൾക്ക് വ്യക്തമായിട്ട് അയച്ചു കൊടുത്തു. ആളാണോ എന്ന് അറിയാൻ വേണ്ടി അയച്ചു കൊടുത്തു. കൺഫേം ചെയ്തു, ഇത് തന്നെയാണ് ആള്. ഇവനാണ് ആള്. കറക്റ്റ് ആയിട്ട് കൺഫേം ചെയ്തു. അങ്ങനെ പുള്ളിക്കാരുടെ ബ്രദറുമായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനിടയുണ്ടായി. ബ്രദറുമായിട്ട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനും ആ പുള്ളിയും കൂടെ തമ്മിൽ സംസാരിക്കുന്ന കണക്ട് ആവത്തുള്ളൂ. ഇനി ഞാനും ആ പുള്ളിയും തമ്മിൽ സംസാരിക്കാൻ നേരം ആദ്യം സ്വാമിയെ ഞാനൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇത് വണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് വണങ്ങിയോ സ്വാമി ആണെങ്കിലും എനിക്ക് അറിയത്തില്ലല്ലോ, നമ്മളെ ശമിക്കാൻ കോപം കിട്ടത്തില്ലേ? അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് സ്വാമിയുടെ കൂടെ ഒന്ന് കേട്ട എല്ലാ കാര്യങ്ങളും. അതിനുശേഷമാണ് സ്വാമിക്ക് ഞാൻ ആരാണെന്നും സ്വാമി ആരാണെന്നും എനിക്ക് മനസ്സിലായത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തതും സ്വാമി ആരാണെന്നുള്ളത് ഞാൻ ആരാണെന്നും കേട്ടോ. ആദ്യം നമുക്ക് ആദ്യത്തെ വോയിസ് നോക്കാം. ഓക്കെ, അതെ, ഈ ജ്യോതിഷത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഭീഷണി എന്ന് പറയുന്ന സംഭവം അതും ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്ക്. എന്നിട്ട് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു 30,000 രൂപ കൊടുത്താൽ ബിഗ് ബോസിൽ പോയാൽ അത് പോസിറ്റീവ് ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അവളെ കരിയർ നശിക്കും. അങ്ങനെ ഒരുപാട് ഇവിടെ പറഞ്ഞ ഈ ഒരു മാനസിക പ്രശ്നം കൊണ്ടാണ് ഇവിടെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ ഇങ്ങനെ ഒരു ഇതുണ്ട്, എനിക്ക് ഭയങ്കര മെന്റലി ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ആളുടെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ആളിനെ ഡയറക്റ്റ് വിളിച്ചാൽ നമുക്ക് കിട്ടില്ല. ഞാൻ അങ്ങനെ ഇയാൾക്ക് വാട്സപ്പിൽ ഞാൻ ഡയറക്റ്റ് വിളിച്ചപ്പോഴത്തേക്ക് കിട്ടുന്നില്ല. വാട്സപ്പ് അതെ. അപ്പോൾ ഇയാൾ എടുത്തിട്ട് ഒരുമാതിരി കള്ളു കുടിക്കുന്ന ആൾക്കാരെ പോലെയാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്നോട് ഒരു 10 സെക്കൻഡ് സംസാരിച്ചോളൂ, തിരിച്ച് വിളിക്കുന്നുണ്ടോ? അപ്പോൾ ഇയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അയച്ച അതിനകത്ത് വോയിസ് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്ഷൽ കപ്പാസിറ്റി ഞാൻ നഷ്ടപ്പെടുത്തും, എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം മതി. കേട്ടല്ലോ, അതായത് അനുമോളുടെ സഹോദരനാണ് സംസാരിക്കുന്നത്. ഫോൺ നമ്പർ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സംസാരം. അതായത് ഇവൻ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് 35,000 രൂപ അങ്ങോട്ട് ചോദിച്ചു. അവൻ പൂജ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സഭാഷാണ്, അല്ലെങ്കിൽ അനുമോള് തേഞ്ഞിട്ടുള്ള കരിയർ എല്ലാം തീരും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ പരനാറി വ്യാജ സ്വാമി, അതും കുടുംബങ്ങളെ അടക്കം നശിപ്പിക്കുമെന്ന് പറയുന്ന ഒരു കള്ളൻ. ഇവൻ എനിക്ക് തോന്നുന്ന എന്തോ ഗുണ്ടയോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ്. കുടുംബ ബന്ധങ്ങളെയും ഓരോ കുടുംബങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു നാറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സഹോദരൻ പറയുന്ന ബാക്കി കേട്ടോ.
എന്നിട്ട് ഞാൻ ആരെന്ന് കാണിച്ചു തരാം, പ്രധാനമന്ത്രിയായിട്ട് ഏക ബന്ധമുണ്ട്, നമ്മുടെ സിറ്റി റൂറൽ എസ് പി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഇങ്ങനെ ഓരോ പേരും പറഞ്ഞിട്ടാണ് ഇയാൾ എന്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ തിരിച്ച് വളരെ മോശമായിട്ടാണ് തിരിച്ച് ഇയാൾക്ക് ഉള്ള റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊക്കെ പിടിച്ചിട്ട് നേരത്തെ പോലീസിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അടി കൊടുക്കാൻ സമയം കഴിഞ്ഞു. അതെ, ഇയാൾ ഒരു കാര്യമില്ല. എന്റെ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഇയാൾ മനസ്സിലായത്. ഇയാൾ ജോർജിന് അങ്ങനെ ഒന്നുമില്ല, ഇത് ഏതോ ഒരു പക്കാ ഫ്രോഡ്. ഇയാൾ മറ്റേ ഉടുപ്പി ആശ്രമത്തിലാണ് ഇയാൾ നിൽക്കുന്ന, ഉടുപ്പി ആശ്രമത്തിലാണെന്നുള്ള രീതിയിലാണ് ഇയാൾ വോയിസ് മെസ്സേജ് വിളിക്കുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇയാൾ ഡയറക്റ്റ് അധികം സംസാരിക്കാൻ സാധ്യതയില്ല, കാരണം എന്റെ അടുത്ത് വോയിസിലൂടെയാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്, വാട്സ്ആപ്പ് മെസ്സേജ് വഴി. ഇവിടെയുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ഇത് കണ്ടനെ, ഇങ്ങനെ ഒരു ഇത്രയും വലിയ റിവ്യൂ ഉള്ളത് നമുക്ക് അറിയുന്നത്. ഫോണിൽ സംസാരിച്ചു. എന്നിട്ടോ ഈ ഇവിടെ ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത് അല്ലാത്ത കോളിൽ വിളിക്കുന്നത് ആണല്ലേ, നോർമൽ കോളിൽ വിളിക്കുന്നത്. അതെ, ഞാൻ നാളെ സംസാരിക്കാം. ഓക്കെ, അനുമോളെ സഹോദരൻ പറഞ്ഞ കേട്ടല്ലോ, ഇവൻ വെറും ഉടായ്പാണ്, വെറും നാറിയാണ്, ഇവന് മറ്റേ പിടിപാടുണ്ട്, മറിച്ച പിടിപാടുണ്ട്. ഇവൻ പാലത്തിന്റെ അടിയിൽ പോയിരുന്ന് പിടിക്കുന്ന കേസായിരിക്കും പറഞ്ഞത്. എന്തായാലും പാലത്തിന്റെ അടിയിൽ പോയി നല്ലപോലെ പിടിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാവും. അതിന്റെ ആ ഒരു മോഹലക്ഷണം അവന്റെ മുഖത്ത് തന്നെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഈ അപരാധി മോൻ ബിച്ചുവായിട്ട് സംസാരിച്ച കോൺവെർസേഷൻ മൊത്തം ഒന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ഇരുന്ന് ചിരിച്ചു. ഹലോ സമി, നമസ്കാരം. വിളിച്ചായിരുന്നില്ല? വിളിച്ചാൽ ഞാൻ ഒരു അത്യാവശ്യ കോളായി പോയിട്ട്, അതുകൊണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു, അപ്പൊ തിരിച്ചു വിളിക്കാൻ പോയതാ. സമി ഇൻസ്റ്റാഗ്രാമിനകത്ത് കണ്ടായിരുന്നു സമി ഫ്രീ ആയിട്ട് നമ്മുടെ ജാതകമൊക്കെ നോക്കി ചെയ്തു കൊടുക്കുന്നേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു കല്യാണം നടക്കുന്നതിന്റെ ആവശ്യമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തതാണ്. ഇതെന്റെ സഹോദരിയുടെ നമ്പരാ. അപ്പം സഹോദരിയുടെ ഒരു കൂട്ടുകാരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്നോടൊന്ന് ആദ്യം എന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരിക്ക് നമ്പർ കൊടുക്കും, പുള്ളിക്കാരി ഒന്ന് സാറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എന്റെ നക്ഷത്രം വിശാഖമാണ്. അതെ, വയസ്സ് വരുന്നത് 27. കല്യാണ തടസ്സം കൊറേ നോക്കുന്നുണ്ട്, ഓരോരുത്തരെ പോയി കാണുന്നൊക്കെ ഉണ്ട്. എന്താണ്? നാട് കൊല്ലം. ഇത് എന്തുവാ കാര്യം അറിയാൻ പയ്യ സാറേ. ഞാൻ എന്റെ കാര്യം ഒന്ന് പറയട്ടെ. എന്തുവാ നടക്കുന്നത്? നമ്മൾ ഓരോരുത്തരെ പോയി കാണുന്നുണ്ട്. നമ്മളൊക്കെ ആ പെൺകുട്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കും എന്നാ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 25-30 പെണ്ണ് കാണുന്നത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് കാണുന്നുണ്ട്, അവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പെൺകുട്ടികളെല്ലാവരും ഞാൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട്, എല്ലാ പെൺകുട്ടികളായിട്ട് ഞാൻ വീണ്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കല്യാണത്തോടെ അടുക്കുന്നില്ല. അതെന്തായിരിക്കും? ഒന്നും നടക്കുന്നില്ല. ഞാൻ ഒരുപാട് വഴി നോക്കുന്നത്, ഒന്നും നടക്കുന്നില്ല. പെട്ടെന്ന് എങ്ങനെ ഫോണിൽ കൂടെ നോക്കാം? എങ്ങനെ നോക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കാൻ പറ്റുമോ? പൂജയാണോ? അവിടെ വേറെ എന്താ സൗണ്ട് കേൾക്കുന്നു സ്വാമി? ഈ പൂജയുടെ ഡിസ്റ്റർബ് ആവുന്നു. അവിടെ എന്തോ കേൾക്കുന്നേ? അവിടെ ഏമ്പക്കം വന്നെയാണോ? അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു സ്വാമി? നോക്കുന്നു. ശരി, ഞാൻ മിണ്ടായിരിക്കണല്ലേ. എന്റെ യഥാർത്ഥ പേര് അനൂപ്. അതെ. വിശാഖം നക്ഷത്രം ഏത് രാശിയിലാണോ? രാശി എന്ന് പറഞ്ഞാ നിങ്ങൾ ഏത് രാശിയിൽ പെട്ടത്? വിശാഖ 2 രാശിയല്ലേ? ഞാനെന്നാ രണ്ടാമത്തെ രാശിയായിരിക്കും. രണ്ടാമത്തെ ഏത് പേരാന്ന് അറിയാം. രണ്ടാമത്തെ രാശിയായിരിക്കും. ആണാണ്, രണ്ടാമത്തെ രാശിയാ. മിണ്ടായിരിക്കണോ? ഞാനിവിടെ പറയാം. സ്വയംഭഗേ അമ്മേ ഗൗരി നാരായണി നമസ്തുതേ സർവമംഗള മംഗളി സ്വാതികേ കർമ്മേ സ്വയംഭഗേ ദേവി നാരായണി നമസ്തുതേ. ദൈവമേ, നമ്മുടെ ഹിന്ദു ആചാരത്തിൽപ്പെട്ട ഒരുപാട് നല്ല നല്ല മന്ത്രങ്ങളുണ്ടല്ലേ. എന്തായാലും സ്വാമിയായിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അനൂപ് സ്വാമി. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കല്യാണത്തിന്റെ തടസ്സമല്ല, നിങ്ങളുടെ ലൈഫ് മൊത്തം തടസ്സം. ഒരു 15 വർഷമായി തടസ്സം. ആണോ? അത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അതാണെങ്കിൽ എപ്പോഴും അടച്ചിട്ടുണ്ട് ട്രെയിൻ പോകാനായിട്ട്. ഇനി അതായിരിക്കും നമ്മൾ കഥ തുറക്കുന്ന റെയിൽവേ ഗേറ്റാ കാണുന്നത്. അങ്ങനെ വരത്തില്ല, തടസ്സം അത് വരത്തില്ല. വേറെ മതിലുണ്ട്, മതിലും ഗേറ്റും ഉണ്ട്. അത് വരുമോ? തടസ്സം വരുമോ? അത് ഞാൻ പറയട്ടെ. ഞാൻ മിണ്ടായിരിക്കാം. പിന്നെ ഏകദേശം 10 വർഷമായിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ തടസ്സമാണ്. സത്യമാ. എനിക്ക് സത്യം പറഞ്ഞ രോമാഞ്ചം വരുന്നത് പെട്ടെന്ന് കേട്ടപ്പം. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കഷ്ടപ്പെടുക. എനിക്ക് ഇത് എങ്ങനെ ഇതൊക്കെ നമ്മൾ സ്വാമിക്ക് എങ്ങനെ സ്വാമി മുഖം പോലും കാണാതെ ആളുടെ പേരും ഇതും കെട്ടി എന്ത് പ്രതിവിധി ഉണ്ടായിരുന്നു നമുക്ക്? നിങ്ങൾക്ക് ഓൾറെഡി ബ്രേക്കപ്പ് ഉണ്ടായിരുന്നേ? ബ്രേക്കപ്പ് ആയിട്ട് അല്ല, കല്യാണം നടക്കുന്നില്ല. 10-30 പെണ്ണുകളുണ്ട്. പിന്നെ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഓൾറെഡി കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിനെ പിന്നെ കണ്ടിട്ടില്ല. അത് 1-ലും 2-ലും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി സ്കൂൾ മാറിപ്പോയി. പിന്നെ കണ്ടിട്ടില്ല. അതേ ഉള്ളു. അപ്പൊ പിന്നെ ഈ പ്രശ്നമൊക്കെ തീരുമോ?
തീരും. വളരെ നല്ല കാര്യം. അത് അപ്പൊ നമ്മളതിന് വല്ല പൂജയോ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുമോ? പൂജ ചെയ്യാം. നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം? അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടല്ല ഞാൻ സ്വാമിയെ വിളിച്ചത് തന്നെ. ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ സ്വാമിയെ ഞാൻ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലല്ല, ഈശ്വര വിശ്വാസമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ അമ്പലത്തിൽ പോകണം എല്ലാ ശനിയാഴ്ച പിന്നെ ഉച്ചക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകും. അപ്പൊ അയ്യപ്പന് വാവരും പോവാ ഞാൻ ഉറപ്പായിട്ടും പോ. അല്ല, അതിനുശേഷം പിന്നെ ധർമ്മശാസ്ത്ര ടെമ്പിൾ ഉണ്ട് അവിടെ. ധർമ്മശാസ്താവ് അയ്യപ്പനും ഒന്നല്ലേ? അല്ലല്ല, അയ്യപ്പൻ വേറെയാണോ? അയ്യോ എനിക്കറിയത്തില്ല, എനിക്കുള്ള പരിജ്ഞാനം അങ്ങനെ ആയിരുന്നു. ക്ഷമിക്കണം സ്വാമി. ധർമ്മശാസ്ത്രത്തിന് പിന്നെ പോയി അവിടെ ശനി ജപം ഒരു പൂജ വലിയ പൂജ. ശനി ജപം അത്രേ ഉള്ളൂ. അത്രയും രൂപ മാത്രം ചെലവാക്കിയാൽ മതി, കൂടുതലൊന്നും ചെലവാക്കണ്ട. വേണ്ട. നല്ല കാര്യം. ഓക്കെ. എന്നാ പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എന്റെ പേര് ബിച്ചു സ്റ്റോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. നിനക്കറിയാവോടാ? നീ നേരത്തെ വന്നിട്ട് വേശിയുടെ മകനെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടവനെ അറിയാവോ? നീ കമന്റ് ഇട്ടപ്പോഴത്തേന് നിന്റെ അനിയനാന്ന് വിചാരിച്ചോ ഞാൻ നീ വേശിയുടെ മകനെ തന്നെ വിളിക്കാനായിട്ട്? നീ വിചാരിച്ചോ നിന്റെ നമ്പർ കിട്ടത്തില്ല, നിന്നെ അറിയാൻ പറ്റത്തില്ല എന്ന്? നിനക്ക് ആരാന്ന് മനസ്സിലായി? ഇപ്പം നീ കുറച്ചു മുമ്പ് കമന്റ് ഇട്ടില്ലായിരുന്നോ? മനസ്സിലായോ? നീ എന്ന് പൂജ ചെയ്യാൻ പോകുമ്പോഴത്തെ എന്നെ പിടിച്ച് ഉണ്ടാക്കും പറഞ്ഞിട്ട് അവസാന സമയമാണോ? കാലിന്റെ ഇടയിലോട്ട് തിരികെ കയറ്റി വെച്ചോ. ആ ഒരു ബുക്കും പുസ്തകവും കാലിന്റെ ഇടയിലോട്ട് തിരികെ കയറ്റി വെച്ചോ. എടാ നീ വെറും ഊച്ചാളിയാണെന്ന്, നിനക്കൊരു കോപ്പ് പറഞ്ഞാത്ത ഒരുത്തനാണെന്ന് ഇത്ര നിന്റെ സംസാരം കേട്ടോ മനസ്സിലായി. നീ വെറും വാണവാ. എടാ ഇന്ന് നിന്റെ വോയിസ് ഞാൻ ഏറി കയറ്റും, നിന്റെ ഈ വോയിസ് ഞാൻ ഏറി കയറ്റും. മനസ്സിലായ? നീ ഇല്ല അടിച്ച് പിറ്റായിട്ടിരുന്നുണ്ട് വായ്ത്താളം വിടാനിരിക്കുന്ന നാണം ഇല്ലാത്തവനെ. എടാ കളഞ്ഞിട്ട് പോടാ. കണ്ട കമന്റ് ബോക്സിൽ വന്നിരുന്ന ഓരോരുത്തരെ ചീത്ത വിളിക്കാനും എടുക്കാനും ഓരോരുത്തർക്കെതിരെ സംസാരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന വെറും നാണം ഇല്ലാത്തവനെ. വേശിയുടെ പോലെ വിളിക്കാനായിട്ട് നിന്റെ അമ്മ കല്ലട ഞാൻ ഉണ്ടായത്. പട്ടി കൈവളം മോനെ. നീ പോടാ വെച്ചിട്ട് നാണം ഇല്ലാത്തവനെ. വെച്ചിട്ട് പോടാ. നീ വെറും ഊച്ചാളിയാന്ന് എനിക്ക് കോൾ മനസ്സിലായി. നീ കമന്റ് ചെയ്തപ്പോൾ എന്ത് വിചാരിച്ച്? കമന്റ് ചെയ്തിട്ട് മോൻ അങ്ങ് പോയി ഏതെങ്കിലും കാലിലൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റുമോ? നീ ഇത്രേ ഉള്ളു കേട്ടാ. നീ എന്ത് വേഷം വിട്ടാലിടാ. നീ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത വെറും വാണം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ അമ്മയ്ക്ക് വിളിക്കുന്നത്, നിന്റെ ആരെയും വിളിക്കുന്നില്ല. മര്യാദക്കുള്ള ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ല? നീ ആണോ വേറെ വേശിയുടെ മോനെ വിളിക്കാനായിട്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയ്ക്ക് ഉണ്ടായവനല്ലാന്ന്. മനസ്സിലാക്കണം കേട്ടല്ലോ. സ്കൂളല്ല, നിന്റെ അച്ഛനെ ഞാൻ ഒന്നിച്ചാ മറ്റേ മോനെ പോയത്. ഉച്ചാളി അവ അവിടെ ഒരു കബഡി തരത്തിൽ നിന്നിരുന്നുണ്ട്. നിനക്ക് കബഡി എഴുതാൻ അറിയാവോ? നിനക്ക് കബഡി പറയാൻ അറിയായിരിക്കും. കബഡി എന്ന് പറയാറില്ല. നിനക്ക് വല്ല അറിയാവടാ വാണവേ പട്ടി കഴി പറഞ്ഞ മോനെ. അവനാണെങ്കിൽ ഉണ്ടാക്കാൻ വന്നേക്കുന്നത് കമന്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് ചൊവ്വാഴ്ച നിനക്കെതിരെ പൂജ ഉണ്ടാക്കുന്നു. നീ ഏത് പൂജ ഉണ്ടാക്കും? നീ അടങ്ങാൻ നല്ല പൂച്ച ഉണ്ടെങ്കിൽ പിടിച്ച് കഴിക്കണം. നീ ചൊവ്വാഴ്ച പറഞ്ഞേ നാളെ തിങ്കളാഴ്ച. ചുമ്മാ നീ എന്ത് പറയുന്നത്? നാളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചത്തെ കാര്യം പറ. ദൈവത്തിനെ വെച്ച് ഇതുപോലെ വില വേശാൻ നിൽക്കുന്ന ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞ് വാ തുറന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്ന നീ പറയുന്നതാണോ ദൈവം കേൾക്കുന്നത്? നല്ലൊരു പറയുന്നതാണോ ദൈവം കേൾക്കുന്നത്? നമുക്കറിയാം. നീ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തവനാ. ദൈവം എന്ന് പറഞ്ഞാൽ നീ കണ്ടോടാ. നീ ദൈവത്തിന്റെ പേര് നിനക്ക് അറിയാവോ? നീ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവൻ പറഞ്ഞാൽ നീ എത്ര കൊച്ചു പിള്ളേരെ നീ കമന്റ് ബോക്സിൽ കിടന്ന് ചീത്ത വിളിച്ചോണ്ടാ. അവരെ നീ പ്രാപിട്ടുണ്ടാ. എല്ലാ സാധനം എന്റെ ഉണ്ടാ. നീ നാളെ എക്സ്പോസ് ആവാൻ പോവുക കേട്ടല്ലോ. നീ നാളെ നിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ച് വിടാൻ പോവാ. നീ ഇതുവരെ ഇട്ടിട്ടുള്ള കൊച്ചു പിള്ളേർക്ക് പ്രാപിച്ചിട്ടുള്ള കമന്റ്, നീ എനിക്കിട്ടുള്ള കമന്റ്, നീ അനുമൊക്കെ ഇട്ട് കൊടുത്തുള്ള സാധനങ്ങൾ, ഈ സാമാനങ്ങൾ എല്ലാം കൂടെ ചേർത്ത് എന്റെ പൊന്നു മോനെ ഇന്ന് രാത്രി നിന്റെ ഒരു വീഡിയോ വന്നിരിക്കും. നിന്നെ ഇത് വരുമ്പോഴത്തേക്കും കുറെ വരുമല്ലോ. പിന്നെ നിനക്കെതിരെ ഒരു കേസും വരുന്നുണ്ട്. ഇതുകൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ വെക്കുന്നുള്ളൂ. നീ ഏത് ഉടുപ്പിലോ ഏതിന്റെ ഇടയിൽ പോയിരുന്നാൽ എന്റെ പൊന്നു മോനെ നീ ചെയ്തിട്ടുള്ളതും വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല കമന്റ് ഇടുന്നതും ഈ പറയുന്ന കുറ്റങ്ങൾ തന്നെ, ഈ ക്രൈം തന്നെ നിനക്ക് വരാൻ പോകുന്നത്. കാരണം അത് കുണപ്പിക്കാൻ വന്നേക്കുന്നത് എന്റെ കമന്റ് ബോക്സിൽ കയറി എന്നെ പ്രാവി നീ അങ്ങ് ഉണ്ടാക്കണം. പോടാ ഊച്ചാളി. എന്തോ ബ്രോക്കൺ ഇംഗ്ലീഷോ? എടാ നിനക്ക് ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് ഓടാ മൈൻഡ്. ഞാൻ ഇതുവരെ ബ്രോക്കൺ ഇംഗ്ലീഷ് ഏതെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞു എത്ര നേരം മലയാളത്തിലല്ല പറഞ്ഞത്. What is the spelling of quality? ശേഷല്ല മൈൻഡ്. What is the spelling of quality? പറ. എന്നാ ഇപ്പൊ സമ്മതിക്കല്ലേ? അങ്ങ് വെളിയിൽ കടലിൽ വെളിയിൽ പറ. എന്തോ കൈവിട്ട് പോയപ്പോ അയ്യോ പറയുന്നു. നീ ഊൾസ് ഒക്കെ പഠിച്ചവനല്ലേ? ആണോ? ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും നീയാണ് ഇത്ര തെമ്മാടിത്തരം പറയുന്നത്. അത് പോട്ടെ. പ്രൊഫസറുടെ സ്പെല്ലിംഗ് പറയണം. മൂന്നിട്ടില്ല. പ്രൊഫസർ സ്പെല്ലിംഗ് പറയണം. പ്രൊഫസർ ജയന്തിയുടെ മകനെ പ്രൊഫസറിന്റെ സ്പെല്ലിംഗ് പറ.
പ്രൊഫസർ സ്പെല്ലിംഗ് പറയടാ. നീ സ്വാമി എടാ നിന്നെ പോലുള്ള ഒരുത്തന്റെ വോയിസ് എടാ നിന്നെ പോലുള്ള നീ കേൾക്കണം നിന്നെ കുറിച്ച് പറയാം ഞാൻ. എടാ നിന്നെ പോലെ ഒരു നിന്നെ ഞാൻ പറയട്ടെ എടാ നിന്നെ പോലെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരുത്തൻ, ഈ സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരുത്തന്റെ വോയിസ് എടുത്ത് വെച്ചിട്ട് ഏതോ കോഴിക്കോട് ഇറങ്ങുന്ന ഒരുത്തൻ വീഡിയോ ചെയ്തേക്കുന്നത്. നീ ഒരു വെറും മലവാളമാണെന്ന് അവന് നിന്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി കാണത്തില്ലായിരിക്കില്ലേ? അത് എടുത്ത് വെച്ചാൽ റീച്ച് ഉണ്ടാക്കി. ഇതുപോലെ ദരിദ്രവാസി, ദൈവത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ദരിദ്രവാസി പ്രൊഫസർ ജയന്തിയുടെ മകനെ വെച്ചിട്ട് വേണം. എനിക്ക് വളരെ പണിയുണ്ട്. നിന്നെ പോലെ ഊച്ചാലോട് കൂടി സംസാരിച്ച് പറയാനുള്ള എന്റെ സമയം. നീ ഇത്രയും കമന്റ് ഇട്ടതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തോട്ട് വന്നത്. നിന്റെ അച്ഛന്റെ ഫോണിൽ കൂടെ അല്ല ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്, വ്ലോഗ് ചെയ്യില്ലെന്ന് പറയാനായിട്ട്. തീർന്ന് അത്ര മതിയോ? കിട്ടിയോ എന്നാൽ വായി വെച്ചോണ്ടിരുന്നു. നീ ഇങ്ങനെ പറയരുത്. നീ നിന്റെ സ്വന്തം അമ്മയെ ചെയ്യുന്ന കാര്യം എന്നോട് പറയുന്നത്. മൈൻഡ് യുവർ വേർഡ്സ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഇൻ ദി ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോട്ടർ യു വിൽ നോട്ട് സേ എനി മിനിറ്റ് ഓഫ് ദി ടുഡേ. മലയാളം ക്ലിയർ പറയാൻ പറ്റൂല. നിനക്ക് മലയാളം അറിയില്ല. അറിയില്ല. നീ ഇത്ര നേരം പിന്നെ ഉറുദുലാണോടാ തൊളിയിലാണോടാ എന്നോട് പറഞ്ഞു താഴെ. ഇവൻ ഏതോ ബംഗാളി. നീ ബംഗാളി, നീ വെറും ബംഗാളി. ഈ റെക്കോർഡ് എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരും എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ലവരായിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് കേൾക്കണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്. ഇല്ലെങ്കിൽ പൊന്നു മോനെ നിന്റെ കൊതം കോട്ടുമായിരുന്നാണ് ഞാൻ നിന്നെ വിളിച്ചുതരാം. നിന്റെ ചത്തുപോയ നിന്റെ കുടുംബക്കാർ വരെ എഴുന്നേറ്റ് വന്ന് സല്യൂട്ട് അടിച്ചാൽ എന്നെ വിളി കേട്ടിട്ട്. നിനക്ക് എന്നെ അറിയത്തില്ല. നീ ചെല്ല്, നീ വെച്ചിട്ട് പോ. നിന്നെ ഞാൻ ഇനി കാണിച്ചു തരാം. നീ വെച്ചിട്ട് നീ വാ. ഇനി അടുത്ത കമന്റ് ബോക്സ് ഉണ്ടായിക്കൊണ്ട് എനിക്ക് കേറി വാടാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നീ ആദ്യം ഇനി വരുമ്പോൾ പ്രോസസ് 10 വട്ടം ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എന്റെ കമന്റ് ബോക്സിൽ. അടിച്ചു കയറി വാ. എന്തായാലും കണക്കിന് കിട്ടിയിട്ടുണ്ട് സ്വാമി ഊഫി. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ബിച്ചു അനൂപ് എന്ന പേരും ഏതോ ഒരു നക്ഷത്രവും പറഞ്ഞ് ഏതോ ഒരു രാശിയും പറഞ്ഞ് അവന്റെ അടുത്ത് പറഞ്ഞപ്പോൾ 15 വർഷമായിട്ടുള്ള പ്രശ്നം നടക്കുകയാണ് നിന്റെ അടുത്ത്. എന്നിട്ട് 10 വർഷത്തിന്റെ പ്രശ്നം ഇന്ന കോവിലിൽ പോയി നീ പൂജിച്ച് ഈ ഒരു സാധനം പറഞ്ഞല്ലോ. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ ഇവൻ വ്യാജനാണെന്ന്. ഇല്ലാത്ത പേരും ഇല്ലാത്ത നക്ഷത്രവും ഇല്ലാത്ത രാശിയും പറഞ്ഞപ്പോൾ ഇല്ലാത്ത കഥയുമായിട്ട് അവൻ വന്നു. അതാണ് പറഞ്ഞത് ഇവൻ ലോക ഉടായിപ്പാണെന്ന്. ഇവൻ ഒരു വ്യാജസ്വാമിയാണ്, വ്യാജ കള്ളനാണ്. അതുപോലെ ഓൺലൈനിൽ വന്നിട്ട് പലരുടെയും കുടുംബങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരുത്തനാണ് ഇവൻ. എത്ര കുടുംബങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ട് തകർത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഏതൊക്കെ കുടുംബങ്ങൾ ഇവൻ നേരിട്ട് പോയി തകർത്തോ അല്ലാണ്ട് പല രീതിയിലും ഇവൻ ആളെ വിട്ട് തകർത്തോ ഒരു പിടിയില്ല. ദയവിതിട്ട് നമ്മുടെ അധികൃതർ ഇത് കണ്ടുകൊണ്ട് ഇവനെതിരെ തക്കതായ നടപടി എടുക്കണം. ഇവന് വെറുതെ വിടലിൽ അകത്താക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള പല വ്യാജസ്വാമികളും വ്യാജ തട്ടിപ്പും നടത്തുന്ന പല അപരാധി മക്കളും നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ അപരാധി മക്കളെ സ്പോട്ടിൽ തന്നെ എടുത്ത് കളയണം. ഇവനെ പോലുള്ളവന്മാരെ ജയിലിൽ അടക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗോവിന്ദ ചാമിയെ കണ്ടില്ലേ? അതുപോലെ മറ്റൊരു ചാമിയാണ് ഇവനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര സ്ത്രീകളുടെ ജീവിതം ഇവനെ പോലുള്ളവന്മാരെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇനി ഏത് ദിവസമാണോ ഇവനൊക്കെ കൂടുതൽ എക്സ്പോസ് ആയി പുറത്തു വരുന്ന ഇതുപോലത്തെ ഒരു സ്വാമി എന്ന് പറയുന്ന വ്യാജ തട്ടിപ്പ് നടത്തുന്ന ഇതുപോലത്തെ ഒരു അപരാധി മോനിൽ നിന്നും ആർക്കെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്നെയോ ബിച്ചുവിനെയോ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഇവനെ നമുക്ക് വലിച്ചു കയറി പോളന്ന് ചവരി കൊട്ടിച്ച് തീർത്ത് തേച്ചങ്ങ് വിടാം. നെക്സ്റ്റ് ഗോവിന്ദ ചാമിയുടെ പട്ട ഇവനെ കൊടുത്ത് അകത്ത് കയറ്റിയിടാനുള്ള വകുപ്പ് ഉണ്ടാക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ